നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഒരു അടിപൊളി വീഡിയോ ആണേ. എഗ് നൂഡിൽ കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് 2 മിനിറ്റ് മതി. അതിന് നമുക്ക് ആ നൂഡിൽ ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ആ ഒരു ടൈം മാത്രമേ കുറച്ച് സമയം വേണ്ടതായിട്ടുള്ളൂ. ആദ്യം നമ്മൾ വെള്ളമെല്ലാം, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ, പെട്ടെന്ന് ചെയ്ത 2-3 മിനിറ്റുള്ള വീഡിയോ, അതുകൊണ്ട് ഞാൻ പ്രിപ്പറേഷൻ മാത്രം പെട്ടെന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ല, വെള്ളം തിളപ്പിക്കുക, അതിൻ്റെ അകത്തോട്ട് കുറച്ച് വിനെഗർ ഒഴിക്കുക, കുറച്ച് ഓയിൽ, അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നൂഡിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് പൊട്ടിച്ച് നോക്കണം, ഉള്ളിൽ ഒരു വൈറ്റ് കളറുണ്ടോയെന്ന്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നൂഡിൽ ബോയിലായി, പെട്ടെന്ന് ബോയിലാകുന്നൊരു സംഭവം കേട്ടോ നൂഡിൽ. ഓവർ ബോയിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് എല്ലാം കുളമായി പോകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്, ബോയിൽ ചെയ്യുന്നത് മാത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാ. നൂഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടായി വെച്ചിട്ടുണ്ട്. കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ എഗ്ഗ് കേട്ടോ. നല്ല എഗ് ചില്ലി പരിവാക്കി എടുക്കണം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തവയിലിട്ടിട്ട് ഓംപ്ലേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ. നൂഡിൽസ് നീളത്തിൽ കട്ട് ചെയ്തിട്ടാലും മതി. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാബേജ് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ഒണിയൻ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ക്യാരറ്റ്, ഇത്രയും സാധനം നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം, ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ട് സോട്ടാകില്ല കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ടായതിനു ശേഷം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒറ്റ പോർഷൻ നൂഡിലാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. വെജിറ്റബിളും നൂഡിൽസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് വൈറ്റ് പെപ്പർ ഇട്ട് കൊടുക്കാം, കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം, ഒരു ബാലൻസിങ്ങിനാട്ടോ. എന്നിട്ട് കുറച്ച് സോയാ സോസും കൂടെ, ഒത്തിരി സോയാ സോസ് ആയിട്ട് പിന്നെ നമ്മുടെ കളറിലാണ് മടുക്കുന്നത്, കുറച്ച് മതിയാക്കാം. വൈറ്റ് പെപ്പർ, ഉപ്പ്, ഷുഗർ, കുറച്ച് സോയാ സോസ്. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്ത് കടായിലിട്ട് ചൂടാവണം കേട്ടോ. കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള എഗ് നൂഡിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടെ നമുക്ക് ഗാർണിഷായിട്ട് മുകളിലേക്ക് അങ്ങ് വിതറി കൊടുക്കാം. കണ്ടോ. അപ്പോൾ ഇന്നത്തെ എഗ് നൂഡിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.